അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സൂറത്തുൽ കൗസറാണ് നാം പഠിക്കുന്നത്. സൂറത്തുൽ കൗസറിൻ്റെ ആമുഖവും ഒന്നാമത്തെ ആയത്തിൻ്റെ ആശയങ്ങളും നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. സൂറത്തുൽ കൗസറിൽ ആകെ 4 കാര്യങ്ങളാണ് പറയുന്നത്. 3 ആയത്തുകളിലായിട്ട് 4 കാര്യം. ഒന്നാമത്തത് എന്താണ്? അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്, സാന്ത്വനിപ്പിക്കുകയാണ് ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്തിൽ 2 കൽപ്പനകളാണ് വരുന്നത്. മൂന്നാമത്തെ ആയത്തിലോ ഒരു പ്രവചനമാണ് വരാൻ പോകുന്നത്. നമുക്ക് രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അതിനാൽ സ്വല്ലി, നീ നമസ്കരിക്കുക. സ്വല്ലാ യുസല്ലി, നമസ്കരിച്ചു. എന്താ നമസ്കാരത്തിന് പറയാം? സ്വല, നമസ്കാരം. അതിനാൽ സ്വല്ലി, നീ നമസ്കരിക്കുക. ലി, വേണ്ടി. ലി റബ്ബി, നാഥന് വേണ്ടി. ലി റബ്ബിക, നിന്റെ നാഥന് വേണ്ടി. അതിനാൽ നീ നമസ്കരിക്കുക. അതോടൊപ്പം നഹറ യൻഹറു, ബലി നൽകുക. ഇൻഹർ, നീ ബലി നൽകുക. ഫസല്ലി ലി റബ്ബിക വൻഹർ, അതിനാൽ നിന്റെ നാഥന് വേണ്ടി നീ നമസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യത്തെ ആയത്തുമായിട്ട് ഇതിനെങ്ങനെ കണക്ട് ചെയ്യാം? ഫ എന്നൊരക്ഷരമില്ലേ, അതിലൂടെയാണ് ഇതിൻ്റെ പരസ്പര ബന്ധം മനസ്സിലാകുക, അല്ലേ? നിശ്ചയം നാം നിനക്ക് അളവറ്റ അനുഗ്രഹം നൽകിയിരിക്കുന്നു, അതിനാൽ നീ നിന്റെ നാഥന് നമസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ള 2 മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, അല്ലേ? സങ്കടങ്ങൾ ഉണ്ടായിരുന്നു, ആൺമക്കൾ മരണപ്പെട്ടു പോയ സങ്കടമാണ്. പക്ഷെ ആ സങ്കടത്തെ മറികടക്കുവാൻ അള്ളാഹു നൽകിയ ധാരാളം അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. അതിനാൽ സ്വല്ലി, നീ നമസ്കരിക്കൂ. ലി റബ്ബിക്, നിന്റെ നാഥന് വേണ്ടി. നാഥന് വേണ്ടി നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം? നമ്മൾ നമസ്കരിച്ചാൽ പടച്ചോൻ എന്താ കിട്ടുക, അല്ലേ? വല്ല കാര്യം ഉണ്ടാവും. നമ്മൾ പലപ്പോഴും അങ്ങനെ ആലോചിച്ച് പോകും. നമ്മൾ നിസ്കാരത്തിന് മറ്റുമൊക്കെ നിയ്യത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിന് വേണ്ടി എന്നല്ലേ പറയാം. അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു, ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്നു. അപ്പോൾ അള്ളാഹുവിന് എന്താ കിട്ടുക നമ്മൾ നിസ്കരിച്ചാൽ? ഒന്നും കിട്ടൂല, അല്ലേ? ശരിക്കും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അള്ളാഹുവിന് നാം നമസ്കരിച്ചാലും ഇല്ലെങ്കിലും എന്താ കുഴപ്പം, അല്ലേ? ലോകത്തെല്ലാവരും നിസ്കാരം നിർത്തിയെന്ന് കരുതാം. അള്ളാഹുവിൻ്റെ അധികാരത്തിന്, ആധിപത്യത്തിന്, കഴിവിന് വല്ല കുഴപ്പമുണ്ടാവോ? ഇല്ല. എല്ലാവരും നിസ്കരിക്കാൻ തുടങ്ങി എങ്കിൽ പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ? അതുമില്ല. അതിനാൽ നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. എന്നാൽ അവൻ്റെ പ്രീതി അത് മുഖേന നമുക്ക് നേടാൻ സാധിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്വല്ലി ലി റബ്ബിക്, നമസ്കാരം. എന്താ ഇവിടെ നമസ്കാരം പറയാൻ കാരണം? മനസ്സിന് സമാധാനവും സന്തോഷം കിട്ടാനുള്ള മാർഗ്ഗമാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ സബർ കൊണ്ട്, ക്ഷമ കൊണ്ട്, നമസ്കാരം കൊണ്ട് അള്ളാഹുവോട് സഹായം തേടും. മനസ്സിൽ സങ്കടം വരുമ്പോൾ എന്താ ചെയ്യാറ്? ഒറ്റയ്ക്കിരുന്ന് കരയും, അല്ലേ? അല്ലെങ്കിൽ ആരോടെങ്കിലും അത് ഷെയർ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് സെൻറ്ററിൽ പോയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ട് അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ മനസ്സിനൊരു സുഖം. സങ്കടം വരുമ്പോൾ നിസ്കരിക്കാറുണ്ടാവും. അതാ ചെയ്യേണ്ടത്, അല്ലേ? മനസ്സിൽ വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് പറയും, അവൻ എനിക്ക് പരിഹാരം തരും. പഠനത്തിൽ പ്രയാസം തോന്നുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ, ചില വിഷയങ്ങൾ മനസ്സിലാകാതെ വരും, മറ്റുള്ളവരെ പോലെ പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ള തോന്നൽ വരും.
പരീക്ഷ വരുമ്പോൾ ആകപ്പാട് ടെൻഷൻ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഫസ്വല്ലി, നമസ്കരിക്കും. നമസ്കാരത്തിന് ഒരുപാട് പ്രയോജനമുണ്ട്. അള്ളാഹു കൂടെ ഉണ്ടാവും അല്ലേ? അള്ളാഹുവെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിലേക്ക് വരും. അതേപോലെ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രേരണ ഉണ്ടാവും. അള്ളാഹു എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറയും, ഭയങ്കര കോൺഫിഡൻസ് അല്ലേ? ഫസ്വല്ലി റബ്ബിക്. അതിനാൽ ഈ സങ്കടത്തിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുക്കാൻ നിന്റെ നാഥന് വേണ്ടി നിസ്കരിക്കൂ. വൻഹർ, നീ ബലി അർപ്പിക്കുകയും ചെയ്യും. എന്താ ഉദ്ദേശം? നമസ്കാരത്തിൻ്റെ കൂടെ ബലിയാണ് പറയുന്നത്. ബലി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ഒന്ന് മൃഗബലിയാണ് അല്ലേ? അതൊരു സിംബോളിക് ആയിട്ടുള്ള കർമ്മമാണെന്നല്ലേ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നിങ്ങളൊരു മൃഗത്തെ ബലി നൽകുമ്പോൾ അതിൻ്റെ രക്തമോ മാംസമോ അല്ല അള്ളാഹുവിങ്കിൽ എത്തുന്നത്, മറിച്ച് നിങ്ങളിലെ ഭക്തിയാണ്. നിങ്ങൾ എത്രത്തോളം അള്ളാഹു ഉൾക്കൊള്ളുന്നുണ്ട് എന്ന കാര്യമാണ്. അങ്ങനെയല്ലേ ചില വിശ്വാസങ്ങളിലെ ഇങ്ങനെ മൃഗങ്ങളുടെയും അല്ലെങ്കിൽ പക്ഷികളുടെ, കോഴിയുടെയൊക്കെ രക്തം ഇങ്ങനെ പ്രതിഷ്ഠകൾക്ക് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല. ബലിയുടെ ഉദ്ദേശം എന്താണ്? ഈ മൃഗം എപ്രകാരം ബലിയായോ ഇതേപോലെ ഞാൻ അള്ളാഹുവിന് എന്നെ ബലിയർപ്പിക്കാൻ സന്നദ്ധനാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അള്ളാഹുവിന് ബലിയാണെന്ന് പ്രഖ്യാപിക്കലാണ്. അതിന് പ്രയോജനം എന്താണ്? അള്ളാഹു ഈ ഭൂമിയിലെ എല്ലാ വിഭവങ്ങളും മനുഷ്യന് വേണ്ടി സംവിധാനിച്ചതാണ്. അതിനാൽ അതിൻ്റെ മാംസം നമുക്ക് കഴിക്കാം, പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യാം എന്നുള്ളതാണ്. ബലി ഒരു പ്രാകൃതമായ ആചാരമാണ് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങൾ കാണാം അല്ലേ? അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ കൂടുതലായിട്ട്. അള്ളാഹു നൽകിയ ഭക്ഷ്യവിഭവം എന്ന നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്താനാണ് ഇസ്ലാമികമായിട്ട് പറയുന്നത്. അതൊരു ക്രൂരകൃത്യം എന്ന അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. വൻഹർ, അതിനാൽ നീ ബലി നൽകുകയും ചെയ്യുക. ആർക്ക് ബലി നൽകണം? അള്ളാഹുവിന് ബലി നൽകണം അല്ലേ? കാരണം എന്താണെന്നറിയാം, അള്ളാഹു അല്ലാത്തവർക്ക് ബലി നൽകുന്ന പല വിശ്വാസ സങ്കല്പങ്ങളും ഉണ്ട്. അങ്ങനെ സംഭവിക്കരുത്. നീ എന്തെങ്കിലും സമർപ്പിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനായിരിക്കണം എന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അതോടൊപ്പം ബലി എന്ന ആശയത്തിന് കുറെ കൂടി വ്യാപകമായ അർത്ഥം കാണാം അല്ലേ? എന്താണ്? നമ്മളിപ്പോൾ ഈ 15 മിനിറ്റ് നമ്മുടെ ആയുസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പീക്ക് ടൈമാണിത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനിരിക്കുന്ന സമയമാണ്. ഈ സമയം ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ബലി നൽകുകയാണ് നമ്മൾ അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കലാണ് ശരിക്കും ബലിയുടെ പൊരുൾ. അതാ ഉദ്ദേശം. അങ്ങനെ അള്ളാഹുവിന് നമ്മെ സമർപ്പിച്ചു കഴിഞ്ഞാലോ പിന്നെ ഒന്നും പേടിക്കാനില്ല. എൻ്റേതായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം അള്ളാഹു തന്നതാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഉണ്ടോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരുമാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഇല്ല. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തലാണ് ഇവിടെ ബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം ഈ ആയത്തിനെ വേറെ നിലയ്ക്ക് വ്യാഖ്യാനിക്കാറുണ്ട്. ആദ്യം നമസ്കാരവും പിന്നെ ബലിയും. അത് സാധാരണ നമ്മൾ എപ്പോഴാണ് നിർവഹിക്കുക? അങ്ങനെ ബലിപെരുന്നാളിൽ അങ്ങനെയാണല്ലേ? ആദ്യം പെരുന്നാൾ നമസ്കാരം, അത് കഴിഞ്ഞിട്ട് ബലികർമ്മം, അങ്ങനെയല്ലേ? ആ ഒരു ക്രമം കൂടി ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ നിലയ്ക്കും അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഏതായാലും അള്ളാഹുവിന് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനാണ് ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. അതിനാൽ അള്ളാഹുവിൻ്റെ വഴിയിൽ കൂടുതൽ ധീരമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പഠിപ്പിക്കുകയാണ്. ഒടുവിലായിട്ട് ഒരു പ്രവചനം. എന്താണ്? 3-ാമത്തെ ആയത്ത്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന, നിശ്ചയം, ഷാനി, വെറുക്കുന്നവൻ, ഷാനി അക്ക, നിന്നെ വെറുക്കുന്നവൻ, ഹുവ, അവനാണ്, അൽ അബ്തർ, വേരറ്റവൻ, വാലറ്റവൻ. ഇതൊരു പ്രവചനമാണ്. ഇന്ന ഷാനി അക്ക ഹുവ അൽ അബ്തർ. 5 പദങ്ങൾ, 5 വാക്കുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു സൂക്തമാണ് അല്ലേ? പക്ഷെ ഇതിലൊരു പ്രവചനം അടങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ മരിച്ചപ്പോൾ അവർ പറഞ്ഞില്ലേ, മുഹമ്മദിൻ്റെ വേരറ്റുപോയി. മുഹമ്മദിൻ്റെ കാലത്തോടുകൂടി മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാമും ഉണ്ടല്ലോ, ഇതൊക്കെ വേരറ്റ് ഇല്ലാതെയായി പോവും. അതുകൊണ്ട് നിങ്ങൾ അതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു.
അപ്പം അള്ളാഹു പറയാണ് ഇന്ന ഷാനി അക്കഹുവൽ അബ്തർ, നിശ്ചയം നിന്നെ വെറുക്കുന്നവനാരോ അവനാണ് വേരറ്റവൻ എന്നാണ്. ഖുർആൻ ദൈവികമാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വലിയ ഒരു മിറാക്കിളാണ് ഖുർആനിലെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. ആ നിലക്കുള്ളൊരു പ്രവചനം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ശരിക്കും ഈ ആയത്ത് ഇറങ്ങുന്നത് എപ്പോഴാണ്? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത കുറച്ച് ആളുകൾ മാത്രം കൂടെയുള്ള ഒരു സന്ദർഭത്തിലാണ്. അപ്പോഴാണ് മക്കൾ മരിച്ചുപോയ സങ്കടം കൂടെ ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ മറ്റുള്ളവരിങ്ങനെ പലതും പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറയാണ് അവരുടെ വേരാണ് അറ്റുപോവുക എന്ന് പറയാണ്. പിന്നെ വല്ലതും സംഭവിച്ചോ? കാലം മുന്നോട്ട് പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും മദീനയിലേക്ക് ഹിജ്റ ചെയ്തു, അല്ലേ? ഒരർത്ഥത്തിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിനെ വേരോടെ മക്കയിൽ നിന്ന് പിഴുതെറിഞ്ഞു ഹിജ്റയിലൂടെ. മുസ്ലിങ്ങളൊക്കെ പോയല്ലോ. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ആ മക്കയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു 10 വർഷത്തിനിടയിൽ വമ്പിച്ച മാറ്റങ്ങളാണ്, അല്ലേ? ഫത്ഹ മക്ക എന്നൊരു സംഭവം ഉണ്ടായില്ലേ? മക്ക വിജയം. മക്കയിലേക്ക് 10,000-ഓളം വിശ്വാസികളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നൊരു രംഗമുണ്ട്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ മക്കയിൽ ഇസ്ലാം അല്ലാത്ത വിശ്വാസക്രമങ്ങളുണ്ടല്ലോ, ബഹുദൈവവാദവും നിരീശ്വരവാദവും ഒക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുന്നൊരവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. എന്താ സംഭവിച്ചത്? അതിന് ആൾക്കാർ കുറേയൊക്കെ മരണപ്പെട്ടു പോയി, കുറേ പേര് മക്കയിൽ നിന്ന് നാട് വിട്ടുപോയി. പിന്നെ അധിക പേരും ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. അവരുടെ വലിയ നേതാക്കന്മാരായ അബൂ സുഫിയാനെ പോലുള്ളവരും ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് പിന്നെ സംഭവിച്ചത്, അല്ലേ? അങ്ങനെ ഒരു ഘട്ടത്തിൽ ബഹുദൈവവാദത്തിൻ്റെ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായ ചിന്താഗതികളുടെ ഇടമായിരുന്ന മക്ക ഇസ്ലാമിൻ്റെ ഈറ്റില്ലമായിട്ട്, ആസ്ഥാനമായിട്ട് വീണ്ടും മാറുകയാണ്. ശരിക്കും നേരത്തെ അങ്ങനെ ആയിരുന്നല്ലോ. ഇബ്രാഹിം അലൈഹിസ്ലാമിലൂടെ കഅബാലയം അവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് ഒരു സാമൂഹികമായൊരു മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതൊക്കെ ഇല്ലാതെയായി പോയതാണ്. ഇപ്പോൾ വീണ്ടും അതിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മക്ക ഇസ്ലാമിന് സമ്പൂർണ്ണമായിട്ടും കീഴ്പ്പെടുന്ന ഒരു സാഹചര്യം പിന്നീട് നമുക്ക് മക്കയിൽ കാണാൻ പറ്റുന്നു. അവിടെ നിന്ന് ബഹുദൈവത്വവാദവും അതുപോലെയുള്ള ചിന്താഗതികളൊക്കെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കപ്പെടുന്നു. അക്രമമർദ്ദനങ്ങൾ, പീഡനങ്ങൾ ഇല്ലാത്ത, അനീതിയില്ലാത്ത, അസത്യമില്ലാത്ത, സമാധാനവും സുരക്ഷിതത്വവും സുഭിക്ഷതയുമുള്ള ഒരു ഇടമായിട്ട് മക്ക പിന്നീട് മാറുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ പ്രവചനം ഇന്ന ഷാനി അക്കഹുവൽ അബ്തർ. അപ്പോൾ ഈ പ്രവചനം വലിയൊരു പ്രതീക്ഷയാണ്, അല്ലേ? ലോകത്ത് ഇങ്ങനെയൊക്കെയുള്ള ക്രൈസിസ് പലപ്പോഴും ഉണ്ടാവാറില്ലേ? ഇപ്പം തന്നെ ലോകം അങ്ങനെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഗസയിൽ, ഫലസ്തീനിൽ അവിടുത്തെ പിഞ്ചുമക്കളൊക്കെ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ, അതുപോലെ പല നാടുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനീതിയും അതിക്രമങ്ങളും, ഇങ്ങനെ പല പ്രശ്നങ്ങൾ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പടച്ചോനെ ഇനി എന്ത് ചെയ്യും എന്ന് നമുക്ക് തോന്നും. പക്ഷേ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു ഘട്ടം കഴിയുമ്പോൾ വീണ്ടും കൂരിരുട്ടിന് ശേഷമാണ് സുപ്രഭാതം ഉണ്ടാവുക എന്ന് പറയും പോലെ പ്രതീക്ഷയുടേതായ നാളുകൾ ഇനിയും വരും എന്നുള്ളതാണ്. പക്ഷെ എന്ത് വേണം? അതിന് നമ്മൾ സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണം എന്നതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിന് വഴിപ്പെട്ട് അവൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും അങ്ങനെയുള്ള സുന്ദരമായ നാളുകൾ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ നല്ല നാളുകൾ വീണ്ടും തിരിച്ചു വരും എന്ന വലിയ പ്രതീക്ഷയാണ് ഈ സൂറ നമ്മിൽ ബാക്കിയാക്കുന്നത്. അതിനാൽ ഒരു കൗൺസിലിങ്ങിൻ്റെ പ്രയോജനം ലഭിക്കുന്ന ഈ സൂറ നന്നായിട്ട് പഠിക്കുകയും സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ ഓതുകയും അള്ളാഹുവിന് പരിപൂർണമായി സമർപ്പിക്കുകയും ചെയ്യുന്നവരാകാം. അള്ളാഹു തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.